തിക്നെസ് മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. അത് സിലബസിൽ തന്നിരിക്കുന്നത് ഡൈമെൻഷൻ മെഷർമെൻറ്റ് എന്നാണ്. അപ്പോൾ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അത് ഒരു ഫിനിഷിങ് പ്രോഡക്റ്റ് കറക്റ്റായിട്ടുള്ള ലെങ്ത് വിത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് വന്നിട്ട് സെയിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് റിജക്റ്റഡ് ആകും അല്ലേ. അപ്പോൾ തിക്നെസ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തിക്നെസ് മെഷർമെൻറ്റിങ് ഡിവൈസിനെ നമ്മൾ തിക്നെസ് ഗേജസ് എന്നും കൂടി നമ്മൾ വന്നിട്ട് പറയാറുണ്ട്. ഈ തിക്നെസ് മെഷർമെൻറ്റ് വന്നിട്ട് രണ്ട് ടൈപ്പായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. കോൺടാക്റ്റ് വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും, നോൺ കോൺടാക്റ്റ് ടൈപ്പായിട്ടും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്ത് മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഏതിൻ്റെ പ്രിൻസിപ്പൽ പ്രകാരം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇൻഡക്ഷൻ പ്രിൻസിപ്പൾ, കപ്പാസിറ്റൻസ് പ്രിൻസിപ്പൾ, റെസിസ്റ്റൻസ്, അൾട്രാസോണിക്, ഓപ്റ്റിക്കൽ, ന്യൂമാറ്റിക്, റിലക്റ്റൻസ്, പിന്നെ റേഡിയേഷൻസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കോൺടാക്റ്റ് ടൈപ്പ് തിക്നെസ് മെഷർമെൻറ്റ് നോക്കാം. കോൺടാക്റ്റ് ടൈപ്പ് തിക്നെസ് മെഷർമെൻറ്റ് നമ്മൾ വന്നിട്ട് തിക്നെസ് മെഷർമെൻറ്റ് ചെയ്യുന്നത് ലാപ്പിലും നമ്മൾ ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ട്. അതായത് വെർനിയർ കാലിപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾ തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു മെറ്റൽ പീസ് കൊടുത്തിട്ട് അതിൻ്റെ തിക്നെസ് മെഷർമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിങ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഷീറ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെർനിയർ കാലിപ്പറോ അല്ലെങ്കിൽ മൈക്രോമീറ്ററോ വെച്ചിട്ട് നമുക്ക് പറ്റത്തില്ല. അതായത് കണ്ടിന്യൂസ് സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ വേറെ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് വന്നിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതിൽ കോൺടാക്റ്റ് ടൈപ്പിൽ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു റെഫറൻസോടെ കമ്പാരിസൺ ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഇത് നോൺ കോൺടാക്റ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സം ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കും മെഷർമെൻറ്റ് വന്നിട്ട് ചെയ്യുന്നത്. ഇതിൽ കോൺടാക്റ്റ് ടൈപ്പിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് LVDT മെഷർമെൻറ്റ് എന്ന് പറഞ്ഞത്. LVDT മെഷർമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടാകും, നടുക്ക് ഒരു ഹോളോ ബോബിൻ ഉണ്ടാകും, ഹോളോ ബോബിൻ്റെ ഉള്ളിൽ ഒരു മോബിൾ കോർ ഉണ്ടാകും, പിന്നെ 2 സെക്കൻഡറി വൈൻഡിങ് വന്നിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രൈമറിയിൽ കൂടി നമ്മൾ AC വന്നിട്ട് കൊടുക്കുമ്പോഴേക്കും സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ട് നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആകും അല്ലേ. ഇത് കോർ വന്നിട്ട് സെൻറ്റർ പൊസിഷനിലാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 സെക്കൻഡറി വൈൻഡിങ്ങിലും കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഫേസ് ആയതുകൊണ്ട് ഇത് 0 ആയി പോകും. ഇത് കോർ വന്നിട്ട് സെൻറ്റർ പൊസിഷനിൽ നിന്ന് നീങ്ങുമ്പോഴേക്കും ഒരു സെക്കൻഡറിയിൽ കൂടുതൽ വോൾട്ടേജും ഇനി ഒരു സെക്കൻഡറിൽ കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും. ഇത് രണ്ടുക്കുമുള്ള ഡിഫറൻസാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റ് പീസിൻ്റെ തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മളുടെ ടെസ്റ്റ് പീസ് ഇതാണ് നമ്മളുടെ ടെസ്റ്റ് പീസ് എന്ന് വെച്ചോ. ഈ ടെസ്റ്റ് പീസിൻ്റെ തിക്നെസ് വന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് LVDTയും ഉണ്ടാകാൻ പോകുന്നുണ്ട്, മെഷറിങ് LVDTയും ഉണ്ടാകും. ആ LVDTയെ നമ്മൾ കോൺടാക്റ്റായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റോളർ വന്നിട്ട് വെക്കുന്നുണ്ട്, 2 റോളർ വെക്കുന്നുണ്ട്. ഈ റോളർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേപ്പറാണെന്ന് വിചാരിച്ചോ. നമ്മളുടെ ടെസ്റ്റ് പീസും പേപ്പർ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടി വന്നിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ മൂവ്മെൻറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പേപ്പർ വന്നിട്ട് മൂവ്മെൻറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ മേലിൽ വെച്ചിരിക്കുന്ന ഈ 2 റോളറും, ഇതാണ് നമ്മളുടെ റോളറ്. ഈ 2 റോളറും വന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 റോളറേയും ഞാൻ വന്നിട്ട് LVDTയുടെ നമ്മളുടെ കോറിൻ്റെ കൂടെ കണക്ഷൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് റെഫറൻസ് എന്ന് വെക്കാം, ഇത് വന്നിട്ട് മെഷറിംഗ് എന്ന് വെക്കാം. അപ്പോൾ ഈ റോളർ വന്നിട്ട് കറങ്ങുമ്പോഴേക്കും, അതായത് തിക്നെസ് ഇപ്പോൾ ഈക്വൽ ആയിട്ടാണ് വരുവാണെന്നുണ്ടെങ്കിൽ റോളർ കറങ്ങുമ്പോഴേക്കും
കോറിൽ വന്നിട്ട് എന്തവിധ മൂവ്മെൻറ്റ്സും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് എന്താണ് ഇവിടെ നിന്നും ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും, ഇവിടെ നിന്നും ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. രണ്ടിനുമുള്ള ഡിഫറൻസ് നമ്മൾ എന്തെങ്കിലും ആംപ്ലിഫയർ വെച്ചിട്ട് നമ്മൾ എന്താണ് ഡിഫറൻസ് എന്താണെന്ന് നോക്കും. ഡിഫറൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും 0 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത് വന്നിട്ട് പേപ്പർ വന്നിട്ട് മൂവ്മെൻറ്റ്സ് ആകുന്നത് വന്നിട്ട് എന്താണ് ഇടയ്ക്ക് വന്നിട്ട് സപ്പോസ് തിക്നെസ് കൂടുതലും തിക്നെസ് കുറഞ്ഞുമാണ് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് വന്നിട്ട് വെക്കുന്നുണ്ട്. റെഫറൻസ് വന്നിട്ട് വെക്കണത് വന്നിട്ട് വേറെ ഒരു എന്നാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള പേപ്പറിൻ്റെ മേലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മെഷറിങ് LVDT വന്നിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ടെസ്റ്റ് പീസിൻ്റെ മേലിലാണ്. ഇപ്പോൾ തിക്നെസ് കൂടുതലായിട്ടുള്ള ഒരിതാണ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താകും, ഈ റോളർ വന്നിട്ട് കറങ്ങും, പക്ഷേ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും നമ്മൾ കറങ്ങുന്നത്. അങ്ങനെ ഇത് പൊങ്ങുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ കൂടെ ഉള്ള ഈ LVDTയുടെ കോറില്ലേ അത് വന്നിട്ട് എന്താകും, ആ LVDTയുടെ ഇത് വന്നിട്ട് ഇത് പ്രൈമറി ഇത് സെക്കൻഡറി എന്നൊക്കെ ഉണ്ട്. ഈ കോർ വന്നിട്ട് എന്താകും സെൻറ്ററിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി മൂവ്മെൻറ്റ്സ് ആകും. മൂവ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിഫറൻസ് വരും അല്ലേ. അതേ സമയത്ത് ഈ റെഫറൻസിൻ്റെ ഇതിൽ എന്തായി പോകും, നമുക്ക് വന്നിട്ട് എന്താണ് റെഫറൻസ് പേപ്പറിൻ്റെ മേലിൽ കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കിട്ടുന്ന വോൾട്ടേജിൽ എന്തൊരു മാറ്റവുമില്ല. പക്ഷേ ഈ നമ്മളുടെ ടെസ്റ്റ് പീസിൻ്റെ എന്താണ് ടെസ്റ്റ് പീസിൻ്റെ മേലിൽ തിക്നെസ് കൂടുതലോ കുറവോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോളറും മേലിൽ മൂവ്മെൻറ്റായി. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈക്ക് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഹമ്പ് വരുന്നുണ്ട്. ഹമ്പ് വരുമ്പോൾ എന്താകും നമ്മളുടെ ബൈക്കിൻ്റെ ചക്രം ഇങ്ങനെ മേലിൽ നീങ്ങിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇതൊരു കുഴിയായിട്ട് വരുമ്പോഴോ താഴ്ത്തു നീങ്ങിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പം നമ്മളുടെ ചക്രത്തെ വന്നിട്ട് എന്താണ് നമ്മളുടെ കോറിൻ്റെ കൂടെ കണക്ഷൻ ചെയ്യുമ്പോൾ എന്താകും ആ കോറി ഇരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഇടയിലാണ്. അത് അപ്പോൾ മൂവ്മെൻറ്റ് ആകും. അങ്ങനെ മൂവ്മെൻറ്റ് ആകുന്നത് വെച്ചിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇപ്പോൾ റെഫറൻസ്ക്കും എന്താണ് നമ്മുടെ മെഷറിങ് വോൾട്ടേജിനും ഉള്ള ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ തിക്നെസ്സിൽ വേരിയേഷൻസ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ LVDT ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പടമായിട്ട് തന്നിരിക്കുന്നത്. LVDTയുടെ അറേഞ്ച്മെൻറ്റ് സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പടത്തിൽ വന്നിട്ട് LVDT എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതായിട്ട് ഇത് മാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മെഷറിങ് LVDT, ഇത് വന്നിട്ട് റെഫറൻസ് LVDT എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെയും ഔട്ട്പുട്ട് വളരെ ചെറുതായിരിക്കും, മില്ലി വോൾട്ട് ആയിരിക്കും. അപ്പോൾ അത് ആംപ്ലിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. ആംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കൂടി എന്തൊക്കെയുള്ള ഡിഫറൻസ് നോക്കുന്നുണ്ട്. ആ ഡിഫറൻസാണ് ഇവിടെ വന്നിട്ട് നമുക്ക് മെഷർമെൻറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഗേജ് വന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ്സായിട്ട് കാലിബ്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ ടെസ്റ്റ് പീസിൻ്റെ തിക്നെസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും.